ഹിസ്റ്ററി ടിപ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ BA ഹിസ്റ്ററിയുടെ 6th സെമസ്റ്ററിൻ്റെ ഒരു പേപ്പറാണ് ഇന്ത്യൻ ഹെറിറ്റേജ് ആൻഡ് പ്ലൂറാലിറ്റി ഓഫ് കൾച്ചേഴ്സ് എന്നത്. അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് നടക്കുന്നത്. എക്സ്പ്ലെയിൻ ദ കണ്ടന്റ് ഓഫ് അശോകധമ്മ വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു ടോളറൻസ് ആൻഡ് എൻവയോൺമെൻറ്റൽ കൺസേൺസ്. ക്രിസ്തുവിന് മുമ്പ് 3-ാം നൂറ്റാണ്ടിൽ മൗര്യ സാമ്രാജ്യത്തിലെ അശോക ചക്രവർത്തി പാറകളിലും തൂണുകളിലും കൊത്തിയെടുത്ത ഒരു കൂട്ടം ലിഖിതങ്ങളാണ് അശോകൻ്റെ ശാസനങ്ങളെന്ന് അറിയപ്പെടുന്ന അശോകധർമ്മം. അശോകൻ്റെ ഭരണത്തെ നയിച്ച ധാർമ്മികവും നയപരവുമായിട്ടുള്ള തത്വങ്ങളെയും നീതിപൂർവവും അനുകമ്പയുള്ളതുമായ ഒരു സമൂഹത്തെക്കുറിച്ചുമുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിനെയും അശോകധർമ്മത്തിൻ്റെ ഉള്ളടക്കം പ്രതിഫലിപ്പിക്കുന്നുണ്ട്. ക്രിസ്തുവിന് മുമ്പ് 3-ാം നൂറ്റാണ്ടിൽ മൗര്യ സാമ്രാജ്യത്തിലെ അശോക ചക്രവർത്തി പാറകളിലും തൂണുകളിലും കൊത്തിയെടുത്ത ഒരു കൂട്ടം ലിഖിതങ്ങളാണ് അശോകൻ്റെ ശാസനങ്ങൾ എന്നറിയപ്പെടുന്ന അശോകധർമ്മം. അശോകധർമ്മത്തിൻ്റെ പ്രധാന തത്വങ്ങളിലൊന്ന് സഹിഷ്ണുതയുടെ തത്വമാണ്. അശോകൻ തൻ്റെ സാമ്രാജ്യത്തിലെ മതങ്ങളുടെയും സംസ്കാരങ്ങളുടെയും വൈവിധ്യം തിരിച്ചറിയുകയും എല്ലാ സാമൂഹിക ഗ്രൂപ്പുകളുടെയും സമാധാനപരമായ സഹവർത്തിത്വത്തിനായിട്ട് വാദിക്കുകയും ചെയ്തു. തൻ്റെ ലിഖിതങ്ങളിൽ അദ്ദേഹം എല്ലാ മതപാരമ്പര്യങ്ങളോടും ബഹുമാനം പ്രകടിപ്പിക്കുകയും മതപരവും സാംസ്കാരികവുമായ സഹിഷ്ണുതയുടെ പ്രാധാന്യത്തിനുള്ള വിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്തു. ഉദാഹരണത്തിന് ഒരു ശാസനം ഇപ്രകാരം പ്രസ്താവിക്കുന്നു: എല്ലാ മതങ്ങളും നീതിയുടെ ഒരേ പാതയിലേക്ക് നയിക്കുന്നതുകൊണ്ട് എല്ലാ മതങ്ങളെയും ബഹുമാനിക്കണം. അശോകധർമ്മത്തിൻ്റെ മറ്റൊരു പ്രധാന വശം പാരിസ്ഥിതിക ആശങ്കകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നതാണ്. പ്രകൃതി പരിസ്ഥിതിയുടെ പ്രാധാന്യവും സമൂഹത്തിൻ്റെ ക്ഷേമത്തിനായി അത് സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയും അശോകൻ തിരിച്ചറിയുന്നുണ്ട്. തൻ്റെ ലിഖിതങ്ങളിൽ വനങ്ങൾ സംരക്ഷിക്കുക, മരങ്ങൾ നട്ടുപിടിപ്പിക്കുക, വന്യജീവികളെ സംരക്ഷിക്കുക എന്നിവയുടെ പ്രാധാന്യം അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. ഉദാഹരണത്തിന് ഒരു ശാസനം ഇപ്രകാരം പ്രസ്താവിക്കുന്നുണ്ട്: സകല മനുഷ്യരും എൻ്റെ മക്കളാണ്. എൻ്റെ മക്കളെ സംബന്ധിച്ചിടത്തോളം ഇഹത്തിലും പരത്തിലുമുള്ള എല്ലാ നന്മയും സന്തോഷവും അവർക്ക് നൽകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാ മനുഷ്യർക്ക് വേണ്ടിയും ഞാൻ ആഗ്രഹിക്കുന്നു. ഇഹലോകത്തിലെയും പരലോകത്തിലെയും എല്ലാ ക്ഷേമവും സന്തോഷവും അവർക്ക് നൽകപ്പെടട്ടെ. എല്ലാ മനുഷ്യരും അവരവരുടെ മതത്തിൽ സന്തുഷ്ടരായിരിക്കട്ടെ. സമ്പത്തും സന്തോഷവും കൈവശപ്പെടുത്തുന്നതിലും എല്ലാതരം ആനന്ദങ്ങളും ആസ്വദിക്കുന്നതിലും അവർ സന്തുഷ്ടരായിരിക്കട്ടെ. എന്നാൽ പരിസ്ഥിതിയെക്കുറിച്ചും ഭാവി തലമുറകൾക്കായി അത് സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും അവർ ശ്രദ്ധാലുവായിരിക്കട്ടെ എന്നുള്ളത്. മൊത്തത്തിൽ അശോകധർമ്മത്തിൻ്റെ ഉള്ളടക്കം എന്ന് പറഞ്ഞാൽ അശോകൻ്റെ ഭരണത്തെ നയിച്ച ധാർമ്മികവും നയപരവുമായ തത്വങ്ങളെയും നീതിയുക്തവും അനുകമ്പയുള്ളതുമായ ഒരു സമൂഹത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിനെയും പ്രതിഫലിപ്പിക്കുന്നതാണ്. സഹിഷ്ണുതയുടെയും പാരിസ്ഥിതിക ആശങ്കകളുടെയും തത്വങ്ങൾ ഇന്ന് പ്രത്യേകം പ്രസക്തമാണ്. അശോകൻ്റെ പാരമ്പര്യം കൂടുതൽ നീതിയുക്തവും സുസ്ഥിരവുമായ ഒരു ലോകത്തിനായി പ്രവർത്തിക്കാൻ ആളുകളെ പ്രചോദിപ്പിക്കുന്നുണ്ട്. ഇനി how far Sufism and Bhakti movement contributed to the secular fabrics of medieval India. സൂഫിസവും ഭക്തി പ്രസ്ഥാനവും മധ്യകാല ഇന്ത്യയിൽ ഉയർന്നു വന്നതും സമൂഹത്തിൻ്റെ മതേതര ഘടനയ്ക്ക് സംഭാവന നൽകിയതുമായ രണ്ട് പ്രധാന മതപ്രസ്ഥാനങ്ങളാണ്. രണ്ട് പ്രസ്ഥാനങ്ങളും എല്ലാ മതങ്ങളുടെയും ഐക്യത്തിനും ആചാരാനുഷ്ഠാനങ്ങളെക്കാൾ വ്യക്തിപരമായ ആത്മീയ അനുഭവത്തിൻ്റെ പ്രാധാന്യത്തിനും ഊന്നൽ നൽകുന്ന ഒരുതരം മതപരമായ ബഹുസ്വരതയെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഇസ്ലാമിൻ്റെ നിഗൂഢ രൂപമായ സൂഫിസം മധ്യകാലഘട്ടത്തിൽ ഇന്ത്യയിലുടനീളം വ്യാപിക്കുന്നു. സൂഫി സന്യാസിമാരും അവരുടെ അനുയായികളും രാജ്യത്തുടനീളം ഖാൻഗാകൾ അല്ലെങ്കിൽ സൂഫി കേന്ദ്രങ്ങൾ സ്ഥാപിച്ചു. അവിടെ അവർ സ്നേഹം, സഹിഷ്ണുത, ആത്മീയ ഐക്യം എന്നിവയുടെ സന്ദേശം പ്രസംഗിച്ചു. സൂഫി സന്യാസിമാർ അവരുടെ ആത്മീയ പരിശീലനങ്ങൾക്കും വ്യത്യസ്ത സാംസ്കാരിക പശ്ചാത്തലങ്ങളിൽ നിന്നുള്ള ആളുകളുമായി ആശയവിനിമയം നടത്താനുള്ള കഴിവിനും പേരുകേട്ടവരായിരുന്നു. മതപരമായ ബന്ധം കണക്കിലെടുക്കാതെ എല്ലാവരോടും സ്നേഹത്തിൻ്റെയും അനുകമ്പയുടെയും പ്രാധാന്യം അവർ ഊന്നിപ്പറയുകയും മതപരമായ ബഹുസ്വരത എന്ന ആശയത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. വിവിധ സമുദായങ്ങൾക്കിടയിൽ സംഭാഷണവും ധാരണയും പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് മധ്യകാല ഇന്ത്യയുടെ മതേതര ഘടനയെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ സൂഫി പാരമ്പര്യം ഒരു പ്രധാന പങ്ക് വഹിച്ചു. മധ്യകാല ഇന്ത്യയിൽ ഉയർന്നു വന്ന ഭക്തി പ്രസ്ഥാനം ആചാര അനുഷ്ഠാനങ്ങളെക്കാൾ വ്യക്തിപരമായ ആത്മീയ അനുഭവത്തിൻ്റെ പ്രാധാന്യം ഊന്നിപ്പറഞ്ഞ ഒരു ഭക്തി പ്രസ്ഥാനമായിരുന്നു. വ്യക്തിഗത ദേവന്മാരെയും ദേവതകളെയും ആരാധിക്കുന്നതാണ് ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ സവിശേഷത. അവ പലപ്പോഴും ദൈവത്തിൻ്റെ പ്രകടനങ്ങളായിട്ട് കാണപ്പെടുന്നുണ്ട്. ഭക്തി സന്യാസിമാർ എല്ലാ ജനങ്ങളുടെയും സമത്വത്തിന് ഊന്നൽ നൽകിയതിനും ജാതി അടിസ്ഥാനമാക്കിയുള്ള വിവേചനത്തെ നിരസിക്കുന്നതിനും പേരുകേട്ടവരായിരുന്നു.
കർക്കശമായ സാമൂഹിക ക്രമത്തെ വെല്ലുവിളിച്ചുകൊണ്ടും കൂടുതൽ സമഗ്രവും സമത്വാധിഷ്ഠിതവുമായ ഒരു സമൂഹത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും മധ്യകാല ഇന്ത്യയുടെ മതേതര ഘടനയെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ ഭക്തിപ്രസ്ഥാനം ഒരു പ്രധാനപ്പെട്ട പങ്കുവഹിച്ചു. സൂഫിസവും ഭക്തിപ്രസ്ഥാനവും മധ്യകാല ഇന്ത്യയുടെ സാംസ്കാരികവും മതപരവുമായ ബഹുസ്വരതയ്ക്ക് സംഭാവനകൾ നൽകി. വിവിധ സമുദായങ്ങൾക്കിടയിൽ ഐക്യത്തിൻ്റെയും സഹിഷ്ണുതയുടെയും ആശയം അവർ പ്രോത്സാഹിപ്പിക്കുകയും ആചാരാനുഷ്ഠാനങ്ങളെക്കാൾ വ്യക്തിപരമായ ആത്മീയ അനുഭവത്തിൻ്റെ പ്രാധാന്യത്തെ അവർ ഊന്നിപ്പറയുകയും ചെയ്തു. മതത്തിൻ്റെയും ജാതിയുടെയും അതിർവരമ്പുകൾക്കപ്പുറത്തേക്ക് നോക്കാനും സ്നേഹം, അനുകമ്പ, സഹിഷ്ണുത എന്നിവയുടെ പങ്കിട്ട മൂല്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും രണ്ട് പ്രസ്ഥാനങ്ങളുടെയും വീക്ഷണങ്ങൾ ആളുകളെ പ്രചോദിപ്പിച്ചു. അങ്ങനെ സൂഫിസവും ഭക്തിപ്രസ്ഥാനവും മധ്യകാല ഇന്ത്യയുടെ മതേതര ഘടനയെ രൂപപ്പെടുത്തുന്നതിൽ ഒരു പ്രധാനപ്പെട്ട പങ്കുവഹിച്ചു. എക്സ്പ്ലെയിൻ ദ തോട്ട്സ് ഓഫ് ദാരാ ഷുക്കോ ബേസ്ഡ് ഓൺ മജ്മുഉൽ ബഹ്റൈൻ. മജ്മുഉൽ ബഹ്റൈനെ ബേസ് ചെയ്തുകൊണ്ട് ദാരാ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക. സാഗരസംഘം. ഒരു മുഗൾ രാജകുമാരനും പണ്ഡിതനുമായിരുന്ന ദാരാ ഷുക്കോ മജ്മുഉൽ ബഹ്റൈൻ എന്ന കൃതിയിലൂടെ പ്രശസ്തനായിരുന്നു. ഇസ്ലാമും ഹിന്ദുമതവും തമ്മിലുള്ള ദാർശനികവും മതപരവുമായ സംഭാഷണമാണ് ഈ കൃതിയിലുള്ളത്. അതിൽ ദാരാ ഷുക്കോ രണ്ട് മതങ്ങളും തമ്മിലുള്ള സാമ്യങ്ങൾ കാണിക്കാനും മതപരമായ സഹിഷ്ണുതയും ധാരണയും പ്രോത്സാഹിപ്പിക്കാനും ശ്രമിക്കുന്നുണ്ട്. ഇസ്ലാമും ഹിന്ദുമതവും ഒരേ ആത്യന്തിക യാഥാർത്ഥ്യങ്ങളിലേക്കുള്ള രണ്ട് പാതകളാണെന്നും അവ നിരവധി പൊതുമൂല്യങ്ങളും വിശ്വാസങ്ങളും പങ്കിടുന്നുണ്ടെന്നും മജ്മുഉൽ ബഹ്റൈനിൽ അദ്ദേഹം വാദിക്കുന്നുണ്ട്. തൻ്റെ വാദങ്ങളെ പിന്തുണയ്ക്കാൻ ഖുർആനും ഉപനിഷത്തുകളും ഉൾപ്പെടെ രണ്ട് മതങ്ങളിൽ നിന്നുള്ള വിവിധ സ്രോതസ്സുകൾ അദ്ദേഹം ഉപയോഗിക്കുന്നു. മതപരമായ സിദ്ധാന്തങ്ങളോടുള്ള പിടിവാശിയേക്കാൾ വ്യക്തിപരമായ ആത്മീയ അനുഭവത്തിൻ്റെയും അവബോധത്തിൻ്റെയും പ്രാധാന്യം അദ്ദേഹം ഊന്നിപ്പറയുന്നു. മജ്മുഉൽ ബഹ്റൈൻ്റെ പ്രധാന പ്രമേയങ്ങളിലൊന്ന് എല്ലാ മതങ്ങളുടെയും ഐക്യമെന്ന ആശയമാണ്. എല്ലാ മതങ്ങളും ഒരേ ആത്യന്തിക യാഥാർത്ഥ്യത്തിലേക്കുള്ള വ്യത്യസ്ത പാതകളാണെന്നും അവയെ പരസ്പര വിരുദ്ധമായി കാണരുതെന്നും അദ്ദേഹം വാദിക്കുന്നുണ്ട്. അദ്ദേഹം മതപരമായ സഹിഷ്ണുത എന്ന ആശയത്തെ പ്രോത്സാഹിപ്പിക്കുകയും മറ്റുള്ളവരുടെ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും ബഹുമാനിക്കാൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. മജ്മുഉൽ ബഹ്റൈൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം നിഗൂഢമായ അനുഭവത്തിൻ്റെ പ്രാധാന്യമാണ്. ധ്യാനം പോലുള്ള നിഗൂഢ പരിശീലനങ്ങളിലൂടെ ആത്യന്തിക യാഥാർത്ഥ്യം നേരിട്ട് അനുഭവിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം വാദിക്കുന്നു. ബാഹ്യ ആചാരങ്ങളെക്കാളും സമ്പ്രദായങ്ങളെക്കാളും വ്യക്തിപരമായ ആത്മീയ അനുഭവത്തിൻ്റെ പ്രാധാന്യം അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. മൊത്തത്തിൽ മജ്മുഉൽ ബഹ്റൈൻ്റെ ദാരാ ഷുക്കോയുടെ ചിന്തകൾ എല്ലാ മതങ്ങളുടെയും ഐക്യത്തിനും മതപരമായ സഹിഷ്ണുതയുടെയും ധാരണയുടെയും പ്രാധാന്യത്തിനും അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തെ പ്രതിഫലിപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കൃതികൾ ഇസ്ലാമും ഹിന്ദുമതവും തമ്മിലുള്ള ദാർശനികവും ആത്മീയവുമായ സംഭാഷണത്തെ പ്രോത്സാഹിപ്പിക്കുകയും മതത്തിൻ്റെ ഉപരിതല വ്യത്യാസങ്ങൾക്കപ്പുറത്തേക്ക് നോക്കാനും സ്നേഹം, അനുകമ്പ, ആത്മീയ അനുഭവം എന്നിവയുടെ പങ്കിട്ട മൂല്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഇനി എക്സ്പ്ലെയിൻ ദ മൾട്ടി കൾച്ചറൽ ഡിസ്കോഴ്സസ് ഇൻ മോഡേൺ ഇന്ത്യ വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ഓൺ ജ്യോതിബ ഫൂലെ ആൻഡ് താരാബായ് സിന്ധെ. ആധുനിക ഇന്ത്യയിൽ അവിടുത്തെ ജനങ്ങളുടെ വൈവിധ്യമാർന്ന സാംസ്കാരിക സ്വത്വങ്ങളെ തിരിച്ചറിയുന്നതിനും ആഘോഷിക്കുന്നതിനുമുള്ള ഒരു മാർഗമായി ബഹുസാംസ്കാരിക വ്യവഹാരങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ജ്യോതിറാവു ഫൂലെ, താരാബായ് ഷിൻഡെ എന്നിവരാണ് ഈ പ്രഭാഷണങ്ങൾക്ക് സംഭാവന നൽകിയ രണ്ട് പ്രമുഖ വ്യക്തികൾ. 19-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ജ്യോതിറാവു ഫൂലെ ഇന്ത്യയിലെ ദളിതരുടെയും മറ്റു പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായങ്ങളുടെയും നില ഉയർത്തുന്നതിന് വേണ്ടി പ്രവർത്തിച്ച ഒരു സാമൂഹിക പരിഷ്കർത്താവായിരുന്നു. ഇന്ത്യൻ സമൂഹത്തിൻ്റെ പുരോഗതിക്ക് ജാതി വ്യവസ്ഥ ഒരു പ്രധാന തടസ്സമാണെന്നും അത് തകർക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം വിശ്വസിച്ചു. അടിച്ചമർത്തപ്പെട്ടവരെ ശാക്തീകരിക്കുന്നതിൽ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയ അദ്ദേഹം ദലിതർക്കും മറ്റ് താഴ്ന്ന ജാതിക്കാർക്കും സ്കൂളുകളും കോളേജുകളും സ്ഥാപിക്കണമെന്ന് വാദിച്ചു. എല്ലാവർക്കും സാമൂഹിക നീതിയുടെയും സമത്വത്തിൻ്റെയും ആവശ്യകത ഊന്നിപ്പറയുന്ന ഒരു ബഹുസാംസ്കാരിക വ്യവഹാരം വികസിപ്പിക്കുന്നതിന് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ സംഭാവന ചെയ്തു. ഇന്ത്യയിലെ ഗോത്ര സമൂഹങ്ങളുടെ അവകാശങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച ഗാന്ധിയൻ സാമൂഹിക പ്രവർത്തകനായിരുന്നു താരാബായ് ഷിൻഡെ. ഗോത്ര സംസ്കാരങ്ങൾ പലപ്പോഴും പാർശ്വവൽക്കരിക്കപ്പെടുകയും മുഖ്യധാരാ സമൂഹത്തിലെ പ്രാതിനിധ്യം കുറയുകയും ചെയ്യുന്നുവെന്ന് അവർ തിരിച്ചറിയുകയും
വിദ്യാഭ്യാസത്തിലൂടെയും വാദത്തിലൂടെയും അവരെ ശാക്തീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഗോത്ര സംസ്കാരങ്ങൾക്ക് വിശാലമായ ഇന്ത്യൻ സമൂഹത്തിന് വളരെയധികം നൽകാനുണ്ടെന്നും രാജ്യത്തിൻ്റെ മൊത്തത്തിലുള്ള വികാസത്തിന് അവയുടെ സംരക്ഷണവും ആഘോഷവും അത്യന്താപേക്ഷിതമാണെന്നും അദ്ദേഹം വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ ജനങ്ങളുടെ വൈവിധ്യത്തെ അംഗീകരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യം ഊന്നിപ്പറയുന്ന ഒരു ബഹുസാംസ്കാരിക വ്യവഹാരം വികസിപ്പിക്കുന്നതിന് അവരുടെ പ്രവർത്തനങ്ങൾ സംഭാവന ചെയ്തു. പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായങ്ങളുടെ അവകാശങ്ങൾക്കും പ്രാതിനിധ്യത്തിനും വേണ്ടി വാദിച്ചുകൊണ്ട് ആധുനിക ഇന്ത്യയിൽ ബഹുസാംസ്കാരിക വ്യവഹാരങ്ങളുടെ വികസനത്തിന് അദ്ദേഹം സംഭാവന നൽകി. ഫൂലെയും ഷെൻഡെയും സംഭാവന നൽകി. ഇന്ത്യൻ സമൂഹത്തിൻ്റെ വൈവിധ്യത്തെ അംഗീകരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യം ഊന്നിപ്പറയുകയും കൂടുതൽ സമഗ്രവും തുല്യവുമായ ഒരു സമൂഹത്തിൻ്റെ വികസനത്തിന് സംഭാവന നൽകുകയും ചെയ്തു. ഇന്ന് അവരുടെ പാരമ്പര്യം ഇന്ത്യയിലെ സാമൂഹിക പ്രവർത്തകരെയും സാംസ്കാരിക നേതാക്കളെയും പ്രചോദിപ്പിക്കുന്നുണ്ട്. അവർ ബഹുസ്വരതയും സാമൂഹിക നീതിയും പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ എ മൾട്ടി കൾച്ചറൽ ഡോക്യുമെൻറ്റ് എക്സ്പ്ലെയിൻ. ഇന്ത്യയിലെ ജനങ്ങളുടെ വൈവിധ്യമാർന്ന സാംസ്കാരിക ഭാഷ മത സ്വത്വങ്ങളെ അംഗീകരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്നതുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനയെ പലപ്പോഴും ഒരു മൾട്ടി കൾച്ചറൽ ഡോക്യുമെൻ്റ് എന്ന് വിളിക്കാറുണ്ട്. ഭരണഘടന ഒന്നിലധികം സ്വത്വങ്ങളുടെ അസ്തിത്വം അംഗീകരിക്കുകയും അവരുടെ സമാധാനപരമായ സഹവർത്തിത്വത്തിന് ഒരു ചട്ടക്കൂട് നൽകാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഇന്ത്യൻ ഭരണഘടന അതിൻ്റെ ബഹുസാംസ്കാരിക സ്വഭാവത്തെ പ്രതിഫലിപ്പിക്കുന്ന ചില വഴികൾ ഏതൊക്കെയാണ്? മൗലികാവകാശങ്ങൾ, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സമത്വത്തിനുള്ള അവകാശം, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം എന്നിവ ഉൾപ്പെടെ എല്ലാ പൗരന്മാർക്കും ഇന്ത്യൻ ഭരണഘടന നിരവധി മൗലിക അവകാശങ്ങൾ ഉറപ്പു നൽകുന്നുണ്ട്. ഈ അവകാശങ്ങൾ വ്യക്തികൾക്കും ഗ്രൂപ്പുകൾക്കും അവരുടെ സംസ്കാരവും മതവും വിവേചനമില്ലാതെ ആചരിക്കാനും പ്രചരിപ്പിക്കാനും സ്വാതന്ത്ര്യമുണ്ടെന്ന് ഉറപ്പു നൽകുന്നതാണ്. അടുത്തത് സംസ്ഥാന നയത്തിൻ്റെ നിർദ്ദേശക തത്വങ്ങൾ. സാമൂഹിക നീതിയും ജനങ്ങളുടെ ക്ഷേമവും പ്രോത്സാഹിപ്പിക്കുന്നതിന് സർക്കാരിന് മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന സംസ്ഥാന നയത്തിൻ്റെ നിരവധി നിർദ്ദേശക തത്വങ്ങളും ഭരണഘടനയിൽ അടങ്ങിയിരിക്കുന്നു. ഈ തത്വങ്ങൾ ഇന്ത്യയിലെ ജനങ്ങളുടെ വൈവിധ്യമാർന്ന അഭിലാഷങ്ങളെയും ആവശ്യങ്ങളെയും പ്രതിഫലിപ്പിക്കുകയും നീതിയുക്തവും തുല്യവുമായ ഒരു സമൂഹം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി ഭാഷാനയം. ഇന്ത്യ നിരവധി ഭാഷകളുടെ രാജ്യമാണ്. ഭരണഘടന ഈ ഒരു വസ്തുത അംഗീകരിക്കുന്നുണ്ട്. ഹിന്ദിയും ഇംഗ്ലീഷും യൂണിയൻ്റെ ഔദ്യോഗിക ഭാഷകളായി നാമനിർദ്ദേശം ചെയ്യുന്നു. മാത്രമല്ല വിവിധ സംസ്ഥാനങ്ങളിലും പ്രദേശങ്ങളിലും മറ്റു ഭാഷകളുടെ ഉപയോഗത്തിനും ഇത് വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ഇനി പ്രാതിനിധ്യം എന്ന് നോക്കുമ്പോൾ ഭരണഘടന ഇന്ത്യൻ ജനസംഖ്യയുടെ വൈവിധ്യത്തെ അംഗീകരിക്കുകയും സർക്കാർ പൊതുസ്ഥാപനങ്ങളിലെ വിവിധ സമുദായങ്ങൾക്ക് ആനുപാതിക പ്രാതിനിധ്യം നൽകുകയും ചെയ്യുന്നുണ്ട്. തീരുമാനമെടുക്കുന്ന പ്രക്രിയയിൽ എല്ലാ സമുദായങ്ങൾക്കും ഒരു ശബ്ദമുണ്ടെന്നും അവർക്ക് മതിയായ പ്രാതിനിധ്യമുണ്ടെന്നും ഉറപ്പാക്കുന്നുണ്ട്. സാംസ്കാരിക വൈവിധ്യം നോക്കുമ്പോൾ സമ്പന്നമായ സാംസ്കാരിക പൈതൃകമുള്ള രാജ്യമാണ് ഇന്ത്യ. ഭരണഘടന ഈ ഒരു വൈവിധ്യത്തെ അംഗീകരിക്കുന്നുണ്ട്. സാംസ്കാരിക സൈറ്റുകളുടെയും സ്മാരകങ്ങളുടെയും സംരക്ഷണത്തിനും കല, സാഹിത്യം, സംഗീതം എന്നിവയുടെ പ്രോത്സാഹനത്തിനും ഇത് പ്രാധാന്യം നൽകുന്നുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയിലെ ജനങ്ങളുടെ വൈവിധ്യത്തെ അംഗീകരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ഒരു സാംസ്കാരിക രേഖയാണ്. എല്ലാ വ്യക്തികൾക്കും സമുദായങ്ങൾക്കും അഭിവൃദ്ധി പ്രാപിക്കാനും ഉന്നതിയിലേക്ക് എത്താനും കഴിയുന്ന നീതിയുക്തവും തുല്യവുമായ ഒരു സമൂഹം സൃഷ്ടിക്കാൻ ഇന്ത്യൻ ഭരണഘടന ശ്രമിക്കുന്നുണ്ട്. അടുത്തത് വരുന്നത് എക്സ്പ്ലെയിൻ ദ ഐഡിയ ഓഫ് കൾച്ചറൽ സിംബോസിസ് വിത്ത് എ സ്പെഷ്യൽ റെഫറൻസ് ടു കേരള. വിവിധ സമുദായങ്ങൾ തമ്മിലുള്ള സാംസ്കാരിക സമ്പ്രദായങ്ങൾ, വിശ്വാസങ്ങൾ, മൂല്യങ്ങൾ എന്നിവയുടെ പെരുമാറ്റ കൈമാറ്റത്തെയും സംയോജനത്തെയും സാംസ്കാരിക സഹവർത്തിത്വം സൂചിപ്പിക്കുന്നുണ്ട്. ഇത് സാംസ്കാരിക കടമെടുക്കലിൻ്റെയും പൊരുത്തപ്പെടലിൻ്റെയും ഒരു പ്രക്രിയ ഉൾക്കൊള്ളുന്നതാണ്. അതിലൂടെ ഒരു ഗ്രൂപ്പിൽ നിന്നുള്ള സാംസ്കാരിക ഘടകങ്ങൾ മറ്റു ഗ്രൂപ്പിനുള്ളിൽ സ്വാംശീകരിക്കപ്പെടുകയും രൂപാന്തരപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഫലമായി രണ്ട് ഗ്രൂപ്പുകളുടെയും സവിശേഷമായ സ്വഭാവവിശേഷതകളെ പ്രതിഫലിപ്പിക്കുന്ന ഒരു ഹൈബ്രിഡ് സാംസ്കാരിക സ്വത്വം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ കേരളത്തിൻ്റെ സാംസ്കാരിക സ്വത്വം രൂപപ്പെടുത്തുന്നതിൽ സാംസ്കാരിക സഹവർത്തിത്വം ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. ഇന്ത്യയുടെയും ലോകത്തിൻ്റെയും മറ്റു ഭാഗങ്ങളുമായി സാംസ്കാരിക വിനിമയത്തിൻ്റെ നീണ്ട ചരിത്രമാണ് കേരളത്തിലുള്ളത്. ഇത് പാരമ്പര്യങ്ങളുടെയും ആചാരങ്ങളുടെയും വിശ്വാസങ്ങളുടെയും സവിശേഷമായ മിശ്രണത്തിന് കാരണമായി. ഇന്ത്യയുടെ തെക്കുപടിഞ്ഞാറൻ തീരത്തുള്ള സംസ്ഥാനത്തിൻ്റെ സ്ഥാനം, അതിൻ്റെ വ്യാപാര ചരിത്രം, അതിൻ്റെ ഊർജ്ജസ്വലമായ മതപരവും സാംസ്കാരികവുമായ ആചാരങ്ങൾ ഇവയെല്ലാം
ഒരു സാംസ്കാരിക സഹവർത്തിത്വ പ്രക്രിയയ്ക്ക് സംഭാവന നൽകിയിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൻ്റെ തനതായ പാചകരീതിയുടെ വികാസമാണ് കേരളത്തിൻ്റെ സാംസ്കാരിക സഹവർത്തിത്വത്തിൻ്റെ ഒരു ഉദാഹരണം. പോർച്ചുഗൽ, അറേബ്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളുമായുള്ള സംസ്ഥാനത്തിൻ്റെ വ്യാപാര ചരിത്രം പ്രതിഫലിപ്പിക്കുന്ന പ്രാദേശിക പാരമ്പര്യങ്ങളുടെയും വിദേശ സ്വാധീനങ്ങളുടെയും മിശ്രിതമാണ് കേരളത്തിൻ്റെ ഭക്ഷ്യ സംസ്കാരം. കുരുമുളക്, ഏലം, ഗ്രാമ്പൂ തുടങ്ങിയ സുഗന്ധവ്യഞ്ജനങ്ങൾ കേരളത്തിൽ നിന്ന് കൊണ്ടുപോവുകയും മറ്റ് ഉൽപ്പന്നങ്ങൾ കേരളത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ സാംസ്കാരിക സഹവർത്തിത്വത്തിൻ്റെ മറ്റൊരു ഉദാഹരണം സംസ്ഥാനത്തിൻ്റെ പരമ്പരാഗത കലാരൂപങ്ങളുടെ വികാസമാണ്. കഥകളി, മോഹിനിയാട്ടം, കളരിപ്പയറ്റ് തുടങ്ങിയ ഊർജ്ജസ്വലമായ കലാരൂപങ്ങൾക്ക് കേരളം പ്രശസ്തമാണ്. ഹിന്ദുമതം, ബുദ്ധമതം, ഇസ്ലാം എന്നിവയുടെ വിവിധ സംസ്കാരങ്ങളിൽ നിന്നുള്ള സ്വാധീനം ഉൾക്കൊണ്ട് ഈ കലാരൂപങ്ങൾ നൂറ്റാണ്ടുകളായി പരിണമിച്ചു. ഉദാഹരണത്തിന് കഥകളി ഹിന്ദു പുരാണങ്ങളിൽ നിന്നും മുസ്ലിം നാടക പാരമ്പര്യത്തിൽ നിന്നുള്ള ഘടകങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. അതിൻ്റെ ഫലമായി സംസ്ഥാനത്തിൻ്റെ ബഹുസാംസ്കാരിക പൈതൃകത്തെ പ്രതിഫലിപ്പിക്കുന്ന സവിശേഷമായ നാടക രൂപം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ സംസ്ഥാനത്തിൻ്റെ മതാചാരങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ സാംസ്കാരിക സഹവർത്തിത്വത്തിന് ഒരു പ്രധാന പങ്കുണ്ട്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഉൾപ്പെടെയുള്ള വൈവിധ്യമാർന്ന മതവിഭാഗങ്ങളുടെ ആവാസ കേന്ദ്രമാണ് നമ്മുടെ കേരളം. ഈ സമുദായങ്ങൾ നൂറ്റാണ്ടുകളായി സഹവർത്തിത്വം പുലർത്തുന്നുണ്ട്. അവരുടെ മതാചാരങ്ങൾ പരസ്പരം സ്വാധീനിക്കുകയും കടമെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് വിശ്വാസങ്ങളുടെയും ആചാരങ്ങളുടെയും സവിശേഷമായ മിശ്രിതത്തിന് കാരണമാകുന്നു. ഉദാഹരണത്തിന് കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ഹിന്ദു ക്ഷേത്രങ്ങളിലൊന്നായ ശബരിമല ക്ഷേത്രം ഹിന്ദു മതത്തിൽ നിന്നും ഇസ്ലാം മതത്തിൽ നിന്നുള്ള ഘടകങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. ഇത് സംസ്ഥാനത്തിൻ്റെ ബഹുസാംസ്കാരിക പൈതൃകത്തെ പ്രതിഫലിപ്പിക്കുന്നതാണ്. ചുരുക്കത്തിൽ കേരളത്തിൻ്റെ സാംസ്കാരിക സ്വത്വത്തെ രൂപപ്പെടുത്തുന്നതിൽ സാംസ്കാരിക സഹവർത്തിത്വം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. പാരമ്പര്യങ്ങളുടെയും ആചാരങ്ങളുടെയും വിശ്വാസങ്ങളുടെയും സവിശേഷമായ മിശ്രിതം നൂറ്റാണ്ടുകളായി വിവിധ സമുദായങ്ങൾ തമ്മിലുള്ള സാംസ്കാരിക സമ്പ്രദായങ്ങളുടെ പരസ്പര കൈമാറ്റത്തെയും സംയോജനത്തെയും പ്രതിഫലിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സാംസ്കാരിക സഹവർത്തിത്വത്തിൻ്റെ ഈ പ്രക്രിയ സംസ്ഥാനത്തിൻ്റെ ബഹുസാംസ്കാരിക പൈതൃകത്തെ പ്രതിഫലിപ്പിക്കുന്ന ഊർജ്ജസ്വലവും വൈവിധ്യപൂർണവുമായ സാംസ്കാരിക ഭൂപ്രകൃതിക്ക് കാരണമായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ രണ്ടാമത്തെ സെഷനിലേക്ക് പോകുമ്പോൾ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.